നമസ്തേ. മഹാവതാർ ബാബാജിക്കും മാതാജിക്കും സ്വാമി സമർത്ഥ് ഷിരടി ബാബ പിന്നെ എൻ്റെ ഗുരു സുനിത മാമിനും കോടി കോടി പ്രണാമം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ALCയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള ചേഞ്ചസും പിന്നെ എനിക്ക് കിട്ടിയ അറിവുകളും അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കുണ്ടായ ചേഞ്ചസ്, ആദ്യം എനിക്ക് കിട്ടിയ അറിവ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശ്വാസത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ മോർണിംഗ് മെഡിറ്റേഷൻ്റെ ടൈമിൽ ദീദി പറയാറുണ്ട്, ശ്വാസത്തിലൂടെ ബോഡിയുടെ ഉള്ളിലേക്ക് പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊന്നും തോന്നിയിരുന്നില്ല. ജസ്റ്റ് ദീദി പറയും, ഞാൻ അങ്ങനെ ഇരിക്കും, പോകുന്നത് പോലെ ഒരു മനസ്സിൽ ഞാനിങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് ഒന്നും വ്യക്തമായില്ല അതൊന്നും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൽ ആ ഒരു ചേഞ്ച് കിട്ടി തുടങ്ങിയത്. അതായത് ഞാനിങ്ങനെ ബോഡിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഓർഗൻസിനെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റി. ഹാർട്ട്, ലിവർ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിപ്പോയി. കാരണം ഇതൊന്നും എവിടെയും ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്ക്രൂ വെച്ച് പിടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ തൂങ്ങിക്കിടക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി. ദൈവമേ, ഇതെങ്ങും എവിടെ ഒരു തൊടാണ്ടാണല്ലോ ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണല്ലോ. അപ്പോൾ നമ്മളെത്ര നിസ്സാരന്മാരാണ് അല്ലേ. എന്നിട്ട് ഇങ്ങനെ അതൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട്, അതായത് വളരെ ഒരു സയൻസാണ്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടില്ലെങ്കിലും അതിനൊരു ഷെയ്ക്ക് പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനൊരു ശക്തി ഉണ്ടല്ലോ. അത് ചെയ്തിട്ടില്ല. ആ ഒരു ക്രിയേറ്റിവിറ്റി ഞാൻ ആദ്യം ആലോചിച്ചതാണ്. അപ്പോൾ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിൽ വന്നു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഇതെങ്ങനെ ഇങ്ങനെ നിലനിൽക്കണു എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി. അതിൻ്റെ ആൻസറും നമുക്ക് പിന്നീട്, അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും, അപ്പം നമ്മുടെ വീട്ടിൽ ഇത് പറയുമ്പോൾ വേറെ കാര്യം, ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മളൊരു കാലണ്ടർ ഇപ്പോൾ ചുമരിൽ തൂക്കിയിടുവാണെങ്കിൽ നമ്മളത് ആണി അടിച്ചിട്ടാണ് തൂക്കുക അല്ലേ. അപ്പോൾ ഫാന് നമ്മളിങ്ങനെ കുറച്ച് കൂട്ടി വെച്ചാൽ പോലും ചിലപ്പോൾ അത് കാലണ്ടർ താഴെ വീഴും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ കാലണ്ടർ താഴെ പോകും. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു അവസരത്തിൽ ഈ ഒരു നമ്മുടെ ബോഡിയിലെ ഓർഗൻസൊക്കെ ഒരു ചേഞ്ചും ഇല്ലാണ്ട് നിൽക്കണമെങ്കിൽ അതൊരു മിറാക്കിളായിട്ട് അതൊരു അത്ഭുതമല്ലേ അത്. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ പിന്നീട് ദീദി ഇങ്ങനെ പറഞ്ഞു, വീണ്ടും ദീദി പറയാറുണ്ട് ശ്വാസത്തിലൂടെ എല്ലാ മെഡിറ്റേഷനിലും ദീദി പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ബോഡിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ എൻ്റെ ലെഫ്റ്റ് നോസിൽ എനിക്ക് ഭയങ്കര പെയിൻ വരാൻ തുടങ്ങി. എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പെയിൻ വരും. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യും, ആരോട് ചോദിക്കും, എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ ഞാനത് ദീദി ഫസ്റ്റ് ടൈം തൃശ്ശൂർ വന്നപ്പോഴത്തേക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും പോയിരുന്നു. അപ്പോൾ ഞാൻ ദീദിയോട് ഇത് ചോദിച്ചു, ദീദി എനിക്കിങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് ശ്വാസത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദീദി പറഞ്ഞു അതിനൊരു കാരണമുണ്ട്, അതായത് എൻ്റെ മൂക്കിൽ ദശ വളരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവരിപ്പോൾ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവും, അതിന് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദശ വളരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദീദി പറയുമ്പോൾ എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം എനിക്ക് ശ്വസിക്കാനൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് ദീദി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ദീദി അതിനുള്ള ചില പ്രതിവിധികളും പറഞ്ഞു. അതും ശ്വാസത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ശ്വാസത്തെ വെച്ചിട്ടുള്ള ഒരു എക്സസൈസും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും ദീദി പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ദീദി അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ ഈ റൈറ്റ് നോസിൽ ഇങ്ങനെ അടച്ചിട്ട് ലെഫ്റ്റ് നോസിൽ കൂടെ ശ്വാസം കൊടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, ക്ലിയറായിട്ട് ശ്വാസം പോകുന്നില്ല. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, ദൈവമേ ഇത്ര നാളും ഞാൻ ഈ ശ്വാസം എടുത്തുകൊണ്ടിരുന്നല്ലോ. എൻ്റെ ചിന്ത എന്താ, ഇത് നമുക്ക് സ്വതവേ അനായാസം നമ്മൾ നടക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാൻ ശ്വാസം കൊടുക്കുന്നുണ്ട്, പക്ഷേ ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഈ കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ആ ശ്വാസത്തെക്കുറിച്ച് നിങ്ങളും അറിയുന്നില്ല. നിങ്ങൾ അറിയാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണത്. അപ്പോൾ ആ ശ്വാസത്തിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ദീദി പറഞ്ഞിട്ടുള്ള ആ ടെക്നിക്കും പിന്നെ ദീദി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എനിക്ക് സ്റ്റാർട്ടായത് എൻ്റെ ചെവിയിലൂടെ ലെഫ്റ്റ് ചെവിയിൽ ഇങ്ങനെ ഡ്രില്ല് ചെയ്യുന്നത് പോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം തൊണ്ടയിലൂടെ ഇറങ്ങി താഴേക്ക് പോകുന്നതിന് എനിക്ക് അനുഭവം ഉണ്ടായി. അതോടുകൂടി ഈ ഒരു തടസ്സം അത് കുറച്ച് ദിവസം എടുത്തുട്ടോ, കുറേ ദിവസമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കുറേ ദിവസം ഇങ്ങനെ ചില ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും, ഇങ്ങനെ ഡ്രില്ലിങ് പോലെ. അത് എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് തോന്നും. അങ്ങനെ ചെയ്ത്